നമസ്തേ എവരി വൺ. ഞാനിന്ന് ആൻറ്റി ഏജിങ് ഫുഡിനെ കുറിച്ച് പറയാൻ പോവാം. നമുക്കെല്ലാം ചെറുപ്പമായിരിക്കാനായിട്ട് വളരെ താല്പര്യമായിരിക്കുമല്ലോ. ഇപ്പോൾ പുരാണത്തിൽ നിന്ന് പറയുവാണെങ്കിൽ ജയാജി രാജാവിൻ്റെ അദ്ദേഹം മക്കളിൽ നിന്നും യൗവനം എരന്നു വാങ്ങിച്ച് ജീവിച്ച കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കെങ്ങനെയാണ് ഇന്ന് കിട്ടുന്ന ഫുഡും അതല്ലെങ്കിൽ ഫുഡിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഫുഡിൽ നിന്നുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സിൽ ചില മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചും കൂടി യങ്ങായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ആൻറ്റി ഏജിങ് ഫുഡ് എടുക്കാൻ പറ്റുന്നത്, എന്നും നവയൗവനത്തിൽ ഇരിക്കാൻ പറ്റുക? പ്രധാനമായിട്ടും നമുക്ക് വളരെ ക്വാളിറ്റി വൈറ്റമിൻ സി നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് എപ്പോഴും അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ പ്രവർത്തനം. അപ്പോൾ നമ്മുടെ സെൽ മെമ്മറൈൻസിനെ അത് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും അത് നോക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റെസവാട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെഡ് വൈനിൽ നിന്ന് എടുക്കുന്ന റെഡ് വൈൻ്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗമാണത്. അത് നമുക്ക് കിട്ടുന്നത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പം ജീനുമായിട്ട് വളരെ ലിങ്ക്ഡാണത്, വളരെ പോസിറ്റീവായിട്ട് കിട്ടും. പിന്നെ കോയൻസൈം Q10 അത് നമുക്ക് വർക്ക് ചെയ്യുന്നത് മിറ്റോകോൺട്രിയൽ ഫങ്ഷനകത്ത് എനർജി പ്രൊഡക്ഷൻ ഇൻ സെല്ല് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്, അത് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ കാണിക്കുന്ന വലിയൊരു മിസ്റ്റേക്ക്, നമുക്ക് omega-6 കൂടിപ്പോവും, omega-3 വളരെ കുറച്ചുമായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് omega-3 ആൻഡ് omega-6 1:1, പകുതിക്ക് പകുതി ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത്. രണ്ടും വേണം. എണ്ണ ഒഴിവാക്കരുത്. എണ്ണ ഒഴിവാക്കിയാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറയും. അപ്പം എണ്ണ വേണം, പക്ഷെ അത് പകുതിക്ക് പകുതി ആയിരിക്കണം. സോ ഇത് നമുക്ക് ഇത് omega-3 ചെല്ലുന്നുണ്ടെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അപ്പം ഹെൽത്തി സെൽ മെമ്മറൈൻസ് നമുക്കുണ്ടാകും. അതാണ് അതിൻ്റെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രയോജനം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് കൊളാജൻ. അപ്പോൾ കൊളാജൻ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ വളരെ എലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ റിങ്കിൾസ് വരുന്നതൊക്കെ നമുക്ക് വളരെ കുറയും. അത് വളരെ അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ഉണ്ട്. 2014 അതിനെക്കുറിച്ച് നല്ല സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ജേണലിനകത്ത് കണ്ടിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് പറയുന്നുണ്ട്. ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് നമുക്കത് ക്യാപ്സൂളായിട്ടും കിട്ടാനുണ്ട്. ഇപ്പോൾ പോളിഫെനോയിൽസ് ആയിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ട് അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്തോളൂ എന്നുള്ളതാണ്. പിന്നെ അസ്റ്റക്സാത്തിൻ നമ്മളുണ്ടെങ്കിൽ അതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് പിന്നെ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന UV റേഡിയേഷൻ ഓക്സിഡേറ്റീവ് ഡാമേജ് വരാതിരിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലൂട്ടത്തയോൺ ഇപ്പം ഈ സിനിമാ താരങ്ങളൊക്കെ എടുക്കുന്നതാണ് പ്രായം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെയൊക്കെ അത് ഭയങ്കര $1000 സ്പെൻഡ് ചെയ്ത് മാസം തോറും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. തന്നെയല്ല, ഒരുപാട് പേര് ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് ഗ്ലൂട്ടത്തയോൺ ജനറലി ആൾക്കാർ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, സെൽസിനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഡാമേജ് ആകാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ യൂത്ത് നിലനിർത്താൻ അത് ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ കുർക്കുമിൻ, ടർമറിക്കിൻ്റെ എക്സ്ട്രാക്റ്റ്. അതിപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നേരത്തെ ഉണ്ടാക്കുന്ന മുഴുവനും പുറത്തേക്ക് കയറ്റി അയക്കുമായിരുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് വളരെ ധാരാളമുണ്ട് അതിനകത്ത്. വൈറ്റമിൻ ഡി, എനിക്ക് തോന്നുന്നൊരു 3-4 വർഷമായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ ഉപയോഗം നമ്മുടെ ഇവിടെ കൂടിയിട്ട് അത് കണ്ടെത്തുകയും വൈറ്റമിൻ ഡിയുടെ കുറവും കൊണ്ട് നമുക്ക് ഡിപ്രഷൻ വരും, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ 10 വർഷം മുമ്പ് എന്താ ഡോക്ടർമാർ ഇത് കണ്ടുപിടിക്കാതിരുന്നത്? അപ്പം വൈറ്റമിനെ കുറിച്ചുള്ള പഠനം നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്നും സഫീഷ്യൻ്റായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് ബോൺ ഹെൽത്തിന്, ഇമ്മ്യൂൺ ഫങ്ഷന് ഒക്കെ എത്രമാത്രം എസെൻഷ്യലാണെന്നുള്ളത്. ഓക്കെ, 2007 ഇതിനെക്കുറിച്ച് വേൾഡ് എമ്പാടും ജേർണൽസിനകത്തൊക്കെ വന്നു തുടങ്ങിയത്.
അത് കഴിഞ്ഞാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതുപോലെ നിയാസിൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ B3 ആണ്. അപ്പോൾ അത് നമുക്ക് ഹെൽത്തി സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രായമായാലും പ്രായം അധികം തോന്നാതിരിക്കാനായിട്ട് ഹൈലുറോണിക് ആസിഡ് നമ്മൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്കിൻ മോയ്സ്ചർ എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്പിയറൻസ് എപ്പോഴും നല്ല റിങ്കിൾ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സെലിനിയം ഇപ്പം നമുക്ക് ഒരുപാട് പേര് ഇപ്പം സ്ഥിരമായിട്ട് സെലിനിയം സപ്ലിമെൻ്റ് ആൾക്കാർ എടുക്കുന്നുണ്ട്. ലോകത്ത് ടൺ കണക്കിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. DNA റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് DNA റിപ്പയേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സിങ്ക് ശരിക്കും എല്ലാ വിധത്തിലും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പുരുഷന്മാർക്ക് വരുന്ന പിന്നെ എറക്ടൈൽ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള സ്കിന്നിൻ്റെ പ്രവർത്തനം, കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യം, സ്കിൻ ഹെൽത്ത് നിലനിർത്താനായിട്ട്. സ്കിൻ ഹെൽത്താണ് നമ്മുടെ പ്രായത്തെ എപ്പോഴും പിടിച്ചു നിർത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് അതും സ്കിൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പിയറൻസിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിങ്കിൾസ് വരും. അത് വളരെ പ്രധാനപ്പെട്ട 2006 ഇതിനെക്കുറിച്ചൊരു വളരെ പ്രധാനമായ ലാൻഡ്മാർക്ക് ജേണൽ ഇതിനെക്കുറിച്ച് വന്നത്. ഇനി ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, നമ്മളിപ്പം മുന്തിരിങ്ങ കഴിച്ചിട്ട് അതിൻ്റെ കുരു തുപ്പിക്കളയും. മുന്തിരിങ്ങയുടെ കുരു വളരെ പ്രയോജനമുള്ളതാണ്. അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏജിങ് കുറയ്ക്കാനായിട്ട്, സ്കിൻ്റെ ഡാമേജ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണത്. അതേപോലെ തന്നെ നമുക്ക് ആൽഫ ലിപ്പോയിക് ആസിഡ്, ഇത് നമുക്ക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ സിലിക്ക, നമ്മളിപ്പോൾ കൊളാജൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ സ്കിന്നിന് വേണ്ടി, സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് സിലിക്ക വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പക്നോജനോൾ നമുക്ക് അത് പ്രധാനമായിട്ടും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ്, സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഏജിങ്ങിൻ്റെ സൈന്, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിൽ നമുക്ക് ആ സ്കിന്നിനെ രക്ഷപ്പെടുത്തും. പിന്നെ അതുപോലെ നമുക്ക് നമ്മളുടെ സ്കിന്നിൽ വരാവുന്ന വേരിയേഷൻസ് ഒക്കെ അവൻ നോക്കിക്കോളും. അതാണ് അതിൻ്റെ. പിന്നെ കൊളാജൻ പെപ്റ്റൈഡ്സ് നമുക്ക് നമ്മൾ അഡീഷണലായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടുകയും ചെയ്യും, റിങ്കിൾസ്. അപ്പോൾ അതുപോലെ തന്നെ ജോയിൻ്റ് ഹെൽത്ത്, കാലിൻ്റെ കൈയുടെയൊക്കെ നടക്കുമ്പോൾ ആ ഒരു സംഭവം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വളരെ ഇതായിട്ട് കണ്ടിട്ടുള്ളത് അലുവേരയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് അലുവേര കോമ്പൗണ്ടായിട്ട് നമുക്ക് സ്കിന്നിനെ ആവശ്യമില്ലാതെ ഡ്രൈ ആയി പോകുന്നത്, അപ്പോൾ വല്ലാതെ ഡ്രൈ ആയി പോകുന്നത്, ലൈൻസ് വീഴുന്നതും ഒക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് സ്മൂത്തൻ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നത്. 2008 ഒരു ജേണലിലാണ് അത് ആദ്യമായിട്ട് വന്നത്. പിന്നെ അടുത്തത് ഹെയർ സെറ്റിനകത്ത് നമുക്ക് ഹെയർ സെറ്റിൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതൊരു ഫ്ലവനോയിഡാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ UV ഡാമേജ് സ്കിന്നിന് വന്നിട്ടാണ് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് പ്രായം അടിക്കുന്നത്. പിന്നെ സ്കിന്നിൽ വരാവുന്ന ഇൻഫ്ലമേഷനെ ഇവൻ തടയുകയും ചെയ്യും. അപ്പം അത് 2008 ഇതിനെക്കുറിച്ച് നല്ലൊരു ജേണൽ വന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാലത്ത് വന്ന് ജിൻസങ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ജിൻസങ് കൊണ്ട് നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, ഇൻഫ്ലമേഷൻ മാറ്റി നിർത്തും. ഇതാണ് അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ള നേട്ടം പറയുന്നത്. പിന്നെ ഈ മിൽക്കിൽ നിന്ന് നമ്മളെടുക്കുന്ന ഈ തെസിൽ എന്ന് പറയുന്നൊരു, അഥവാ നമുക്ക് സിലിമാറിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. സിലിമാറിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ലിവറിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ലിവർ ഹെൽത്തിന്. ഓക്സിഡേറ്റീവ് ഡാമേജ് വരാതിരിക്കാനായിട്ട് നമുക്ക് വളരെ സഹായം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ലൈക്കോപ്പിൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും, ടൊമാറ്റോയിലാണ് ഇത് കൂടുതൽ വരുന്നത്, അതിൻ്റെ റെഡ് ഫ്രൂട്ട്സിലൊക്കെ ഇത് കുറേശ്ശെ ഉണ്ട്. അത് നമുക്ക് UV ഡാമേജ് വരാതിരിക്കാനായിട്ട്, സൺലൈറ്റിൽ നിന്നുള്ള ഡാമേജ്, അപ്പോൾ സ്കിന്നിൽ ഏജിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നമ്മളെ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ കാർനോസിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബേസിക്കലി അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സെല്ലിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, ഇനി ഗ്ലൈക്കേഷൻ പ്രോസസ്സ്, അപ്പോൾ ഏജിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവം നമുക്ക് വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്.
പിന്നെ വേറൊരു താരം ജിങ്കോ ബിലോബ. ജിങ്കോ ബിലോബയെക്കുറിച്ച് പുരുഷന്മാരായിരിക്കും കേട്ടിട്ടുള്ളത് കൂടുതലും. ജിങ്കോ ബിലോബ എക്സ്ട്രാക്ട്സ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടും, ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പം ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിലും ഇവൻ എത്തിക്കും എന്നുള്ളതാണ്. അപ്പം ബ്രെയിനിനും സ്കിന്നിനും ഇത് വളരെ 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 പ്രധാനമാണ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട്. പിന്നെ ഗ്ലൂക്കോസമൈൻ നമുക്ക് അത് പ്രവർത്തിക്കുമ്പോഴത്തേക്കും ഗ്ലൂക്കോസമൈൻ്റെ കൂടെ കോൺട്രാക്റ്റീൻ പ്രവർത്തിക്കുമ്പോഴത്തേക്കും അതൊരു നമ്മുടെ ഈ സപ്ലിമെൻറ്റ് കഴിക്കുകയാണെങ്കിൽ ജോയിൻറ്റ് ഹെൽത്തിനെ, പിന്നെ ഈ ശരീരത്തിൽ നമുക്ക് ഏജിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഒക്കെ വരുന്നതിന് അതിനെ തടയും. നമുക്ക് ഏജിങ് കൊണ്ടുള്ള ഡിസ്കംഫർട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്ക് കൊളാർഡ് ഗ്രീൻസ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം ഉണ്ട്. സ്കിൻ ഹെൽത്തിന് വളരെ, അപ്പോൾ ഏജിങ്ങിൻ്റെ എന്തെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ യങ്ങായിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്കിന്ന് രൂപപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന് പിന്നെ മെലാറ്റോണിൻ ആക്ച്വലി നമുക്ക് നല്ല ഉറക്കത്തിൽ നിന്ന് മെലാറ്റോണിൻ കിട്ടും. പാലിനകത്ത് മെലാറ്റോണിൻ ഉണ്ട്. അതല്ലാതെ മെലാറ്റോണിൻ സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടും. മെലാറ്റോണിൻ ചെറിയ രീതിയിലുള്ളൊരു ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു മെലാറ്റോണിൻ എടുത്തിട്ട് കിടന്നാൽ നമ്മൾ ഈ ഉറക്കത്തിന് ഇടയ്ക്ക് ഈ ആഴമില്ലാതിരിക്കുക എന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് ആഴമില്ലാതെ ഉറക്കം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നം ഒന്ന് മാറിക്കിട്ടും. നല്ലല്ലോ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മെലാറ്റോണിൻ നല്ലല്ലോ. അതുകൊണ്ടാണ് ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മുഖമൊക്കെ നല്ല ഗ്ലോസി ആകും. അല്ലാതെ അതൊരു ദൈവിക ഭാവം വരുന്നതുകൊണ്ടൊന്നുമല്ല. നമുക്ക് മെലാറ്റോണിൻ എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ്. പൈനിയൽ ഗ്ലാൻഡ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ്, അതനുസരിച്ചാണ് നമുക്ക് അപ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി, പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, സ്ട്രെസ്സ് മാറിക്കിട്ടും, ഇതെല്ലാത്തിനും മാറ്റം വരുന്നത്. അപ്പോൾ മെലാറ്റോണിൻ നമുക്ക് പണ്ട് മുതലേ ഉറങ്ങുന്നതിന് മുമ്പ് പാല് കഴിക്കാതൊക്കെ ഉള്ളൊരു ശീലമൊക്കെ വന്നത് ഇതിൽ നിന്നാണ്. ഓക്കെ. അതുപോലെ തന്നെ സോപ്പമെറ്റോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രോസ്ട്രേറ്റ് ഹെൽത്തിന് വളരെ വളരെ പ്രധാനമാണ്. പിന്നെ നമുക്കൊരു ഏജിങ് ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെല്ലാം നമ്മൾ അതിൽ യങ്ങായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ബയോട്ടിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ വിറ്റമിൻ B7 ആണ്. അപ്പോൾ അത് നമുക്ക് സ്കിന്ന്, ഹെയർ, നെയില് ഇതിനൊക്കെ നമുക്ക് ചെറുപ്പമായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മറ്റൊന്ന് പറയുന്നത് അശ്വഗന്ധ പിന്നെ നമുക്കൊരു അത് നമുക്കൊരു വിശ്വാസത്തിൻ്റെ പേര് ചെയ്യുന്നതാണ്. പക്ഷേ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹെർബിൽ നിന്നാണ്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഏജിങ് സ്ലോ ചെയ്യുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. 2012 ജേണലിനകത്ത് വന്നിരുന്നു. അപ്പോൾ ഇതൊരു ഇത്രയും പിന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് സാധാരണഗതിയിൽ പിന്നെ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാർ ഒരുപാട് പേര് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇനി കാർണിറ്റൈൻ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എനർജി മെറ്റബോളിസം വളരെ ക്ഷീണിച്ച് നടക്കത്തൊന്നുമില്ല. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് മാറിക്കിട്ടും. പിന്നെ മസിൽ നമുക്ക് പ്രായമായി വരുമ്പോഴത്തേക്കും മസിൽ കുറഞ്ഞു പോയിട്ട് ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിന് പകരം നമുക്ക് ആ മസിൽ നിലനിർത്താനും കാർണിറ്റൈൻ വളരെ നല്ലതാണ്. 2002 ജേണലിനകത്ത് ഇതിനെക്കുറിച്ച് നല്ലൊരു പഠനം വന്നിട്ടുള്ളത്. ഇനി ഗ്ലൂക്കോമാൻ നമ്മൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഡയറ്ററി ഫൈബറുമാണ്. വെയിറ്റ് ഒരുപാട് കൂടിപ്പോകാതിരിക്കാൻ, ഡൈജസ്റ്റീവ് ഹെൽത്തിന് നമുക്ക് സപ്പോർട്ടീവാണ്. പിന്നെ നമുക്കൊരു വളരെ അശാഖമായിട്ടൊരു ഇത് പറയാനുള്ളത് ഈ കോർഡിസെപ്സ് കൊണ്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു മാറ്റം. ഇത് പ്രധാനമായിട്ടും മഷ്റൂമിലാണ് നമുക്ക്, പ്രത്യേകിച്ച് മെഡിസിനൽ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന മഷ്റൂമിലാണ് ഇത് കിട്ടുന്നത്. പ്രധാനമായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ്. സോ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടത് ആ ഒരു മഷ്റൂമിനെ എടുത്തിട്ട് ക്യാപ്സൂളൊക്കെ ആക്കിയിട്ട് പല രാജ്യങ്ങളിലും കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഓതൻറ്റിക് സോഴ്സിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ഇറ്റ്. ഓതൻറ്റിസിറ്റി നോക്കുക. ഓക്കെ. ഇനി അതുപോലെ ബ്ലാക്ക് പെപ്പറിൻ്റെ എക്സ്ട്രാക്റ്റാണ്, കുരുമുളകിൻ്റെ. നമുക്കതും ഈ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഒരുപാട് പ്രയോജനം ബോഡിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ
നമുക്ക് അതുപോലെ തന്നെ ല്യൂട്ടിൻ ആൻഡ് സിയാക്സാന്തിൻ അതിനകത്ത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു കരട്ടോയിഡ് ഇതിൽപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയുന്നത് മാറും. ഏജ് റിലേറ്റഡും മസ്കുലർ റിലേറ്റഡ് ആയിട്ട് ഡീജനറേറ്റീവ് ആയിട്ടുള്ള, അപ്പോൾ കാട്രാക്റ്റ് ഒക്കെ വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് 2003 ഇതിനെക്കുറിച്ച് നല്ലൊരു ജേണലിൽ വന്നത്. ആനുവൽ റിവ്യൂവും പിന്നെ വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടെറോസ്റ്റീൻ ബീൻ. ഇപ്പോൾ ടെറോസ്റ്റീൻ ബീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ്. അപ്പം നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ യങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മെക്ക റൂട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മെക്ക റൂട്ട്സിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ബാലൻസ് ആക്കാനായിട്ട്, എനർജി ലെവൽ അപ്പാക്കാനായിട്ട്, ഓവറോൾ ഹെൽത്തിനും വൈറ്റാലിറ്റിക്കും കുറച്ചുകൂടെ സഹായകരം ആകുമെന്നുള്ളതാണ്. പിന്നെ അടുത്ത PQQ എന്ന് പറയുമ്പോൾ പൈറോ ലോക്കിനോ ലിൻകിനോൺ. അപ്പോൾ ഇതും കൂടെ നമുക്കുള്ള പ്രയോജനം മിറ്റോകോൺട്രിയൽ ഫങ്ഷൻ, സെല്ലിനകത്തുള്ള എനർജി പ്രൊഡക്ഷൻ, സെല്ലുലാർ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ഈ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യും. നല്ലൊരു ഇതാണത്. അതുപോലെ തന്നെ ബെക്കോപ്പ മോനിയേരി, ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ചിന്തിക്കുന്ന കഴിവ് കൂടും, ഏജിങ് പ്രോസസ്സ് കുറയും, ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൂടും. ഇതാണ് അതിൽ കാണിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് MSM എന്ന് പറയും, മീഥൈൽ സൾഫോണിൽ മെഥൈൻ. ഇത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ സപ്ലിമെൻറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജോയിൻസിലുള്ള ഇൻഫ്ലമേഷൻ വരാതിരിക്കാനായിട്ടും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞേക്കുന്നത്. പിന്നെ സോയ ഐസോഫ്ലവോൺസ്, ഇത് നമ്മൾ ഈ സപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹോർമോൺ ബാലൻസ് വരും. പ്രത്യേകിച്ച് മെനിപ്പോസൽ ഇതൊക്കെ വരുന്നത്, റിസ്ക് ഓഫ് ബോൺ ഡെൻസിറ്റി ലോസ് വരുന്നത്, അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ബോണിൽ വിഷമില്ലാതെ നടക്കുക. പിന്നെ കൊക്കോ വളരെ ഇതായിട്ട്, കൊക്കോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലവനോയിഡാണ് അതിനകത്ത്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇംപ്രൂവ്ഡ് ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും, അതിൻ്റെ ചിന്തയ്ക്കുള്ള സപ്പോർട്ടീവ് കോഗ്നിറ്റീവ് ഫങ്ഷൻ നന്നായിട്ട് മെച്ചപ്പെടാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ യൂബിക്കിനോൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് COQ10 എന്നാണ് പറയാറുള്ളത്. സെല്ലുലാർ എനർജി പ്രൊഡക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യും, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കും, നമ്മൾ ക്ഷീണം അങ്ങനെ അധികം അനുഭവിക്കത്തില്ല, അവശനായിട്ടിരിക്കത്തില്ല. അതുപോലെ തന്നെ റെഡ് ക്ലോവേറ്റ് എക്സ്ട്രാക്ട്, അതുവഴി നമുക്ക് പ്രധാനമായിട്ടും ഹോർമോണൽ ബാലൻസ്, അപ്പോൾ മെനിപ്പോസൽ സിംറ്റംസ് ഒക്കെ നേരത്തെ വരാതെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് അപ്പോൾ സ്ത്രീകൾക്ക് അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എൽ അർജിനൈൻ നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും അമിനോ ആസിഡാണ്, കാർഡിയോവാസ്കുലർ ഹെൽത്തിന് വളരെ നല്ലതാണ്, ബ്ലഡ് ഫ്ലോ വളരെ കൂട്ടും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അവരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണത്. ഓക്കെ, അത് സപ്ലിമെൻ്റായിട്ട് മിക്കവാറും ഒത്തിരി പേര് എടുക്കുന്നതാണ്. പിന്നെ മറ്റൊന്നാണ്, ഒരു കിങ്ങാണ് സ്പിരുലിന. നിങ്ങൾക്കിത് അറിയായിരിക്കും, കടലിൽ നിന്നുള്ള ഒരെണ്ണം പായലാണ്, വളരെ ന്യൂട്രിയൻ്റ് റിച്ചാണ്, ബ്ലൂ ഗ്രീൻ ആൽഗയാണത്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അത് ഇവിടെയും ഇന്ത്യയിൽ ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ന്യൂട്രീഷണൽ ആൻഡ് തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യാലിറ്റി ഇതിൻ്റെ അതുകൊണ്ടാണത്. അടുത്തത് ഫിസ്റ്റിൻ നമ്മൾ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾസ് വഴിയാണ് നമുക്കത് കൂടുതൽ കിട്ടുന്നത്, ആൻറ്റി ഓക്സിഡൻറ്റ്, അല്ലെങ്കിൽ ഇത് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടും. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആൻറ്റി ഓക്സിഡൻറ്റ്, ഇതൊക്കെയാണ് നമുക്കുള്ളത്. അതുപോലെ ട്രിബുലൻസ് ടെസ്റ്റിസ്, അതുവഴി നമുക്ക് കിട്ടുന്നത് സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുക, ഹോർമോണൽ ബാലൻസ് ആൻഡ് സെക്ഷൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഗ്ലൈസിൻ നമ്മൾ അതിന് തന്നെ അമിനോ ആസിഡാണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടാകാതെ സൂക്ഷിച്ചോളും, ആൻഡ് സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതേപോലെ നമുക്ക് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്,
നേരത്തെ ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഓക്സിഡേറ്റീവ് ഡാമേജ്, അപ്പം സ്കിൻ ഹെൽത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇനി നമ്മൾ മുന്തിരിങ്ങ കഴിക്കുന്ന കൂടെ അതിൻ്റെ സീഡ് തുപ്പിക്കളയേണ്ട, അതും കൂടെ നമുക്ക് ചവച്ച് ഇറക്കാം. റിയലി ഗുഡ് ഫോർ അസ്. സെറാമിഡ്സ് നമുക്ക് ഉപയോഗിക്കുന്നത് ഒരു തന്നെ ലിപ്പിഡാണ്. അപ്പോൾ സ്കിൻ ഹൈഡ്രേഷൻ നമുക്ക്, അപ്പോൾ അപ്പിയറൻസിനകത്ത് നമുക്ക് ലൈൻസ് ഒന്നും വീഴാതൊക്കെ നമ്മളെ സൂക്ഷിച്ച് നടക്കുക എന്നുള്ളതാണ് ഇവൻ്റെ പ്രത്യേകത. ഇനി അടുത്തത് നമുക്ക് ലിത്തിയം ഓറോറ്റേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഇഫക്ട്സ് ആണ്. മൂഡ്, കോഗ്നേറ്റീവ് ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക്, അപ്പം ചിന്ത നമ്മൾ പ്രായമായി വരുമ്പോഴത്തേക്ക് ഡൗൺ ആയി പോകുന്ന സംഭവം ഉണ്ടാകത്തില്ല. ഇനി അടുത്ത ഗ്ലൈക്കോസാമിനോ ഗ്ലൈക്കൻസ്, ഇതിനെ നമുക്ക് അപ്പം GAGs എന്ന് പറയും. നമ്മളിത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിൻ്റെ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ്റ് ഹെൽത്തിന് സ്കിന്നിനെ നമ്മളെ ഗ്ലോസി ആക്കാൻ ഈ 2 പ്രയോജനങ്ങളാണ് പഴുത് പറഞ്ഞത്. അടുത്ത നമുക്ക് വൈറ്റമിൻ K2, ഇത് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതെ നമ്മൾ, അപ്പോൾ നമ്മുടെ അസ്ഥി ബ്രിസ്റ്റിൽ പോലെ ചിലപ്പം ചില്ല് പോലെ പൊട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി അടുത്തത് പോളികാസനോൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഷുഗർ കെയിനിൽ നിന്ന് എടുക്കുന്ന ഒരു ഇതാണ് സപ്ലിമെൻ്റ് എടുക്കുന്നത്, കൊളസ്ട്രോൾ ലെവൽ നമുക്ക് നല്ലതുപോലെ കുറയും. അപ്പോൾ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണിത്. പിന്നെ നമുക്ക് യോഹിംബി കൊണ്ടുള്ള ഒരു സംഭവം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. എനർജി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കാനും നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊരു അടുത്ത കാലത്തൊരു യൂറോളജിയുടെ ഒരു ജേണലിനകത്ത് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിരുന്നു. അതിനകത്ത് അതുപോലെ തന്നെ കെയിൻ പെപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ മുളക്, കാന്താരി, അപ്പോൾ കാന്താരി ക്യാപ്സിക്കനും ഒക്കെ വരും. അപ്പോൾ വെയിറ്റ് മാനേജ്മെൻറ്റിനും മെറ്റബോളിക് ഹെൽത്തിന് വളരെ വളരെ നല്ലതാണ്. ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഇതിനൊക്കെ വളരെ നല്ലതാണത്. ഫോസ്ഫേറ്റ് ഡിൽ സെറിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കും, കോഗ്നേറ്റീവ് ഫങ്ഷന്, മെമ്മറി നിലനിർത്താനായിട്ട്, അതിന് ആൻറ്റി ഏജിങ് വളരെ ഇതുണ്ട്. ഇനി നമുക്ക് കൊറിയൻ റെഡ് ജിൻസൺ, അതുകൊണ്ട് നമുക്കുള്ളത് ഏജ് കൂടാതിരിക്കാൻ, പ്രായം അടിക്കാതിരിക്കാൻ, സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്, അതിന് ഓവറോൾ യൂത്ത് നിലനിർത്താനായിട്ട്. പിന്നെ ല്യൂട്ടോളിൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫ്ലോവനോയിഡാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണിത്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻഡ് പൊട്ടൻഷ്യലി സപ്പോർട്ടിങ് ഓവറോൾ ഹെൽത്ത് ആൻഡ് യങ് ആയിട്ട് നിലനിർത്തി പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബട്ടർ ബൂർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മൈഗ്രെയിൻ പോലുള്ള ഹെഡേക്കുകൾ മാറാനായിട്ടും ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് നമുക്ക് മാറാനായിട്ടും സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് വിൻപോസ്റ്റിൻ. അപ്പോൾ അതൊന്നും വിൻപോസ്റ്റിൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കുള്ളൊരു മാറ്റം. കോഗ്നേറ്റീവ് ഫങ്ഷൻ, ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടാൻ, ബ്രെയിൻ ഫങ്ഷൻ കൂട്ടാനായിട്ട് നല്ലതാണ്. ഇനി അടുത്തത് സീസസ് കോഡ്രം ഗുലാരിസ്. ഇതുകൊണ്ട് നമുക്ക് ഉള്ള ഇത് സ്ഥിരമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമുക്കൊരു ഹെർബിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ ജോയിൻറ്റ് ഹെൽത്തിനും നമുക്ക് അതുപോലെ ഇൻഫ്ലമേഷൻ വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് യങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സഹായകരമാണ്. പിന്നെ മറ്റൊന്ന് പോമോഗ്രാനൈറ്റ് എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ടാബ്ലറ്റ് ആയിട്ടും അത് കിട്ടും. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ജ്യൂസായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇതായിട്ട് നമുക്ക് കഴിക്കാൻ. ഇനി അടുത്തത് ഓർണിത്തൈൻ. നമ്മൾ ഓർണിത്തൈൻ കഴിക്കുക, അമിനോ ആസിഡാണ്. അപ്പോൾ നമുക്ക് മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫറ്റീഗ്, ഓവറോൾ വെൽബീങ് നമ്മൾ യങ് ആയിട്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ട്. പിന്നെ നമുക്ക് ബ്യൂട്ടി റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഗട്ട് ബാക്ടീരിയ, ഫെർമെൻറ്റേഷൻ ഓഫ് ഡയറ്ററി ഫൈബർ, പ്രധാനമായിട്ട് നമ്മുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയയെ
പോസിറ്റീവ് ബാക്ടീരിയ എല്ലാം അവിടെ പിടിച്ചു നിർത്താൻ, അതിൻ്റെ നാശം വരാതിരിക്കാനായിട്ട്. അടുത്ത ഡി റിബോസ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊരു ആക്ച്വലി നമുക്ക് ഒരു ഷുഗർ മോളിക്യൂൾസാണ്. അപ്പോൾ ഇവിടെ ATP പ്രൊഡക്ഷൻ, അതായത് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, കോശങ്ങൾക്കകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമുക്ക് മസിൽ റിക്കവറിക്കൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്, യങ്ങായിട്ട് നിലനിർത്തും. അതുപോലെ തന്നെ ടോങ്കട്ട് അലി നമ്മൾ കഴിക്കുന്നത് കൊണ്ട് അത് ഹെർബിൽ നിന്നുള്ളതാണ്. പ്രധാനമായിട്ടും പുരുഷന്മാർക്കൊരു ഉത്തേജകമാണ്. അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസിലെത്തിക്കും, മെൻ ആൻഡ് വുമൺ രണ്ട് കൂട്ടർക്കും. അപ്പം നമ്മളെ യങ്ങായിട്ട് നിലനിർത്താനായിട്ടും എനർജിയും ഉത്തേജകമായിട്ട് നിലനിർത്താനായിട്ടും. അതുപോലെ തന്നെ ബിയിൽ നിന്നുള്ള ബി പ്രൊപ്പോളിസ് നമുക്ക് എടുക്കുന്നതുകൊണ്ട് ബീസ് ഉണ്ടാക്കുന്നതാണ്, തേനീച്ചകൾ. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ്, ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മോർണിംഗ് ഒലിഫറ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് അതൊരു ന്യൂട്രിയൻ ഡെൻസ് പ്ലാന്റ് ആണ്. എസെൻഷ്യൽ വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിനകത്തുണ്ട്. നമുക്കിതുകൊണ്ട് നമുക്ക് അപ്പിയറൻസ് മെച്ചപ്പെടാനും സ്കിൻ ടോൺ നിലനിർത്താനും യങ്ങായിട്ട് നിലനിർത്താനും നമ്മൾ പറ്റും. ഇനി അടുത്തപോലെ തന്നെ ഷിസാദ്ര ബെറി ഐറ്റത്തിൽപ്പെട്ടതാണ്. അതൊരു ഹെർബാണ് ശരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്, ലിവർ ഹെൽത്തിന്, പിന്നെ ഓവറോൾ യങ്ങായിട്ട് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സഹായിക്കും. അതുപോലെ ടോറിൻ നമുക്ക് അമിനോ ആസിഡാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഹാർട്ട് ഹെൽത്തിന് ടോറിൻ വളരെ നല്ലതാണ്, ഇമ്പോർട്ടൻറ്റുമാണത്. അപ്പോൾ പോളൻ തേനീച്ചകളിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും, അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ഹെൽത്തിനും ഒരു എനർജി നൽകാനും ഒക്കെ നല്ലതാണത്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് NAC ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ഗ്ലൂട്ടാതയോമിന് തൊട്ട് മുമ്പുള്ള പ്രിക്കഷറാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്ക് ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇല്ലാതാക്കുന്നുണ്ട്, ലിവർ സപ്പോർട്ടീവാണ്, ഓവറോൾ ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് യങ്ങായിട്ട് നമ്മളെ നിലനിർത്താനും വളരെ നല്ലതാണ്. ഇനി സിലിമാറിൻ നമുക്ക് മിൽക്കിൽ നിന്ന് എടുക്കുന്നതാണ്, കോമ്പൗണ്ടാണ്. അപ്പം അത് ലിവർ സപ്പോർട്ടീവാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മളെ യങ്ങായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതുമാണ്. ഇനി അതുപോലെ തന്നെ ബൊറോണിൻ്റെ അടുത്ത കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള ബൊറോണിൻ്റെ കണ്ടുപിടിച്ചത്. ഇത് ഒരു ട്രേസ് മിനറലാണ്, ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്, കൊഗ്നിറ്റീവ് ഫങ്ഷൻ ബ്രെയിനും വളരെ നല്ലതാണ്, യങ്ങായിട്ട് നമ്മൾ നിലനിർത്താനും വളരെ നല്ലതാണ്. ബിൽബെറി എക്സ്ട്രാക്റ്റ് അതുകൊണ്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഐ ഹെൽത്തിന് വളരെ നല്ലതാണ്, ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഐ കണ്ടീഷൻസ് നിന്നെല്ലാം മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ റൂട്ടിൻ നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്കുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് അസുഖം കൊണ്ട് മരിക്കുന്നത് കാർഡിയാക് ഡിസീസ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലെല്ലാം കാർഡിയാക് സപ്പോർട്ടുള്ള സാധനങ്ങൾ ഒരുപാട് കഴിക്കേണ്ടതായിട്ട് വരുന്നത്. റോഡിയോള റോസിയ നമ്മൾ ഇതെടുത്തുകൊണ്ട് നമുക്ക് ഒരു ഹെർബാണ്. ഇപ്പോൾ സ്ട്രെസ്സ്, ഫറ്റീഗ് അതൊക്കെ കുറയ്ക്കും, കൊഗ്നിറ്റീവ് ഫങ്ഷൻ കൂട്ടും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത്. ഇനി അടുത്തത് SAMe എന്നാണ് പറയുക. അപ്പോൾ അഡിനോസിൽ മിഥനോനൈൻ എന്നാണ് ഇതിന് പറയുന്ന പേര് പറയുന്നത്, കോമ്പൗണ്ടാണ്. ജോയിൻറ്റ് ഹെൽത്തിന്, അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ളത് നമുക്ക് കുറയ്ക്കാനായിട്ട് വളരെ സഹായകരമാണ്. 2002 ഇതിനെക്കുറിച്ചൊരു നല്ല പഠനം ജേണലിൽ റിപ്പോർട്ട് ചെയ്തു വന്നത്. പിന്നെ വൈറ്റമിൻ K1 എടുത്തുകൊണ്ട് ബോൺ ഹെൽത്ത്, പിന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ബോൺ ഫോർമേഷനും ബോൺ ഹെൽത്തിനും വളരെതായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനകത്ത് അതിനെക്കുറിച്ച് വലിയ ജേണൽ വന്നിരുന്നു. മറ്റൊന്ന് നമുക്ക് ഗോട്ട് കോള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹെർബാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, സ്കിൻ ഹെൽത്തിനാണ്, അതിൻ്റെ ഊണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നെറ്റിൽ റൂട്ട്
നെറ്റിൽ റൂട്ട് നമ്മൾ എടുത്തുകൊണ്ടുള്ള നമുക്കുള്ളത് ഉപയോഗം. അത് പ്രോസ്ട്രേറ്റ് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രായഭാവം വരാവുന്ന ഒരുവിധ അസുഖങ്ങളെയൊക്കെ തടയാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണത്. പിന്നെ അതുപോലെ തന്നെ ട്രുസിലിൻ ട്രുസിലിൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടും. അപ്പോൾ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് നല്ലതാണ്. ഫറ്റീഗ് കുറയും. ഇത് പുരുഷന്മാർക്ക് ഉത്തേജനത്തിന് വേണ്ടിയിട്ടും എടുക്കാറുണ്ട്, ഒരു സപ്ലിമെൻ്റായിട്ട്. ഓക്കെ, ഇനി അടുത്തത് തിയാനൈൻ കഴിച്ചതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു അമിനോ ആസിഡാണ് ബേസിക്കലി അത്. പ്രധാനമായിട്ടും നമ്മൾ ബോഡി റിലാക്സ് ചെയ്യുന്നു, സ്ട്രെസ്സ് മാറുന്നു, കോഗ്നിറ്റീവ് ഫങ്ഷൻ വളരെ കൂടുന്നു, ബ്രെയിൻ ഫങ്ഷൻ ഒരുപാട് ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പാന്തതീൻ നമ്മൾ എടുത്തുകൊണ്ട് വൈറ്റമിൻ B5 ഒരു ഡെറിവേറ്റീവാണ്. കാർഡിയോ വാസ്കുലർ ഹെൽത്താണ്, കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുക എന്നൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻ. ഇനി ഷിസാന്ദ്ര ചിനൈൻസിസ്, ഇത് നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്കുള്ളത് ഹെർബാണ് ബേസിക്കലി. സ്ട്രെസ്സ് അപ്പോൾ കുറയ്ക്കുകയും എനർജി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുകയും പിന്നെ ഓവറോൾ ഹെൽത്തും യൂത്തും നിലനിർത്തുക എന്നുള്ളതാണ്. പിന്നെ ജിൻസങ് നമ്മൾ കഴിച്ചുകൊണ്ട് പൊതുവേ ഉള്ളത് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു, എനർജി ലെവൽ കൂട്ടുന്നു, ഓവറോൾ ഹെൽത്തും യൂത്തും നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ മിൽക്ക് പ്രോട്ടീൻ. അപ്പോൾ ഈ കേസിൻ നമുക്ക് അലർജി ആയിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് നമ്മൾ നോക്കണം. പലർക്കും ഇതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മസിൽ പ്രോട്ടീനായിട്ട് നമുക്ക് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് യങ്ങായിട്ട് നിലനിൽക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നല്ലതാണത്. പിന്നെ ഫൈറ്റോസെറാമൈഡ്, ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ സ്കിന്നിൽ ഹൈഡ്രേഷൻ കൂടുതൽ വരാതെ എലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട്, നമ്മുടെ യൂത്ത് നിലനിർത്താനായിട്ടും വരും. പിന്നെ അതുപോലെ തന്നെ ബെർബറിൽ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് പ്രധാനമായിട്ടും പ്ലാന്റിൽ നിന്നാണത് വരുന്നത്. കാർഡിയോ വാസ്കുലർ ഹെൽത്തിനാണ്, ബ്ലഡ് ഷുഗർ ലെവൽ നിലയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നാണ്, ഒരു പ്രധാന സാധനമാണ് റോയൽ ജെല്ലി. അതായത് ഈ തേനീച്ചയുടെ റാണി ഈച്ച, അതിന് വേണ്ടി കഴിക്കാൻ മാത്രം പ്രത്യേകം ഉണ്ടാക്കുന്നതാണ്. നല്ല വിലയാണത്, കിട്ടാനുണ്ട്. നമ്മളെ അതുപോലെ തന്നെ അപ്പോൾ ഈ റാണി ഈച്ചയ്ക്ക് മരണമില്ല എന്ന് പറയാമല്ലോ, അത് യങ്ങായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കും വളരെ യങ്ങായിട്ടിരിക്കാൻ പറ്റിയ ഇതാണെന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് കിട്ടാനുണ്ടത്. ഒറിജിനൽ സോഴ്സിൽ നിന്ന് നമ്മൾ തന്നെ സ്റ്റുഡൻസൊക്കെ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അത് വിൽക്കുന്ന ആൾക്കാരുണ്ട്. 2007 ഇതിനെക്കുറിച്ചൊരു ജേണലിലൊരു റിപ്പോർട്ട് പഠനം നടത്തിയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബാംബു എക്സ്ട്രാക്റ്റ്, അത് നമുക്ക് വളരെ നന്നായിട്ട് യൂത്ത് നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കുമെന്നുള്ളത്. നെയിൽ ഹെൽത്തിന്, ഹെയർ, സ്കിന്ന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ സഹായിക്കുമെന്ന്. ഫൊളേറ്റ്, വൈറ്റമിൻ B9 സഹായിക്കുമെന്നുള്ളത്. അപ്പോൾ DNA റിപ്പയറിന് വേണ്ടിയിട്ടും നമ്മുടെ സെൽ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് അപ്പോൾ സഹായിക്കുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ ലാർജ് അറബിനോനാഗ ലെക്ടർ, നമുക്കിത് സപ്ലിമെൻ്റ് എടുത്തതുകൊണ്ട് ഇമ്മ്യൂൺ ഹെൽത്ത് ആൻഡ് ഗട്ട് ബാക്ടീരിയ ബാലൻസ്, ഇതിനൊക്കെ അത് വളരെ നല്ല. 2001 ഇതിനെക്കുറിച്ച് നമുക്കൊരു നല്ല പഠനം വന്നത്. ഇനി അടുത്തത് ഡി മനോസ് നമ്മൾ യൂറിനറി ട്രാക്ട് ഹെൽത്തിന് വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനായിട്ടൊക്കെ നല്ല ഇതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇനി നാറ്റോക്കിനാസ് നമ്മൾ എടുത്തതുകൊണ്ട് ഒരു എൻസൈമാണ്, ഫെർമെൻറ്റഡ് സോയാബീനിൽ നിന്ന് എടുക്കുന്നതാണ്. കാർഡിയോവാസ്കുലർ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും, ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടും അപ്പം നമ്മുടെ യൂത്ത് നിലനിർത്താനായിട്ടും ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇനോസിറ്റോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രധാനമായിട്ടും വൈറ്റമിൻ ബിയുടെ ഒരു ഭാഗമായിട്ടാണ്, ഒരു കോമ്പൗണ്ടാണ് ഇത്. കോഗ്നിറ്റീവ് ഫങ്ഷൻ ഒരുപാട് കൂട്ടുന്നു എന്നുള്ളതാണ്, നമുക്കത് വളരെ അനുഗ്രഹമാണ്. ഇനി മുഗ്ന മുറിയൻസ്, നമ്മൾ സപ്ലിമെൻ്റായിട്ട് എടുത്തുകൊണ്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊപ്പാമൈൻ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, പോസിറ്റീവ് മൂഡ് ആൻഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻ, ലിബിഡോ, അപ്പം ഉത്തേജനത്തിന് വേണ്ടി പുരുഷന്മാർക്ക് ഇത് എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ മറ്റൊന്നാണ് ലൈസിൻ.
ലൈസിൻ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരു അമിനോ ആസിഡാണ് ബേസിക്കലി. സ്കിൻ ഹെൽത്ത്, ഇമ്മ്യൂൺ ഫങ്ഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് അതുകൊണ്ടുള്ള ഇത്. ഇനി അടുത്തത് L-ഗ്ലൂട്ടാമൈൻ. L-ഗ്ലൂട്ടാമൈൻ നമ്മൾ എടുത്തതുകൊണ്ട് ഇമ്മ്യൂൺ ഫങ്ഷൻ വളരെ കൂടുന്നുണ്ട്, മസിൽ റിക്കവറി വളരെ കൂടുന്നുണ്ട്, യങ്ങായിട്ട് നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അടുത്തത് സ്ക്വാലൈൻ. സ്ക്വാലൈൻ നമ്മൾ എടുത്തതുകൊണ്ട്, സ്ക്വാലൈൻ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ഓയിലാണ്. അപ്പോൾ നമ്മളെ മോയ്സ്ചറൈസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നിലനിർത്താനും എൻവയറമെൻറ്റിൽ നമുക്ക് ഡാമേജ് വരാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അത് പറ്റുക. അടുത്ത വൈറ്റമിൻ B12. B12 നമ്മൾ എടുക്കുമ്പോൾ ന്യൂറോളജിക്കൽ ഹെൽത്തിനാണത്. ഏജ് റിലേറ്റഡ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് നിയാസിനോമൈഡ് നമ്മൾ ഉപയോഗിക്കുമ്പം സപ്പോർട്ട് സ്കിൻ ഹെൽത്ത്, റെഡ്യൂസ് ഇൻഫ്ലമേഷൻ, നമ്മുടെ അപ്പിയറൻസ് റിങ്കിൾ ഫ്രീ ആയിട്ട് അപ്പിയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ആൻഡ് ഹെസ്പെരിഡിൻ നമുക്ക് ഫ്ലവനോയിഡാണത്. അപ്പോൾ ഇത് കൂടുതലും സിട്രസ് ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്നൊരു ഇതാണ്. സ്കിൻ ഹെൽത്തിനാണ്, അപ്പിയറൻസ് റിങ്കിൾ ഫ്രീ ആയിട്ട് നമ്മളെ അപ്പിയർ ചെയ്യിക്കാനാണ്. പിന്നെ ഗാബ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്. അപ്പോൾ അത് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, സപ്പോർട്ട് റിലാക്സേഷൻ, റെഡ്യൂസ് സ്ട്രെസ്സ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഉള്ളത് ശിലാജിത്ത് ഉപയോഗിക്കണോ വേണ്ടിയെന്ന്. ശിലാജിത്ത് ഒരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ ഹിമാലയാസ്, മേ ഹാവ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, പൊട്ടൻഷ്യലി സപ്പോർട്ടിങ് ഓവറോൾ വെൽബീങ്. പക്ഷെ ഞാനത് കൊണ്ടുവന്നു. അപ്പം ഞാനത് എന്തോ കൊണ്ടുവന്നിട്ട് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അപ്പം ഏറ്റവും നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കിട്ടിയതാണ് ഞാൻ കൊണ്ടുവന്നത്. ഓക്കെ. അടുത്തത് ആസ്ട്രഗലസ് നമ്മൾ സപ്പോർട്ട് എടുത്തതുകൊണ്ട് അത് ഒരു ഹെർബിൽ നിന്ന് കിട്ടുന്നതാണ്. ഇമ്മ്യൂൺ ഫങ്ഷൻ, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, പിന്നെ യങ്ങായിട്ട് കീപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഡോങ്കായ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഹെർബാണ്, സ്ത്രീകളുടെ ഹെൽത്തിനാണ് ഏറ്റവും, മെനിപ്പോസുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ ബ്ലാക്ക് കുമിൻ സീഡ്, കരിഞ്ജീരകം, അതിൻ്റെ എണ്ണയും മറ്റുമൊക്കെ. അപ്പോൾ റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇമ്മ്യൂൺ ഫങ്ഷന് വളരെ നല്ലതാണ്, ഇൻഫ്ലമേഷൻ ഉണ്ടാകാതിരിക്കാൻ നോക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ L-ടൈറോസിൻ അമിനോ ആസിഡാണ്. ആൻഡ് മെൻ്റൽ അലേർട്ട്നെസ്സിനും കോഗ്നേറ്റീവ് ഫങ്ഷനും മൂഡിനും ഒക്കെ വളരെ നല്ലതാണത്. പിന്നെ പാപ എന്ന് പറയുമ്പോൾ പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്നാണത്. അത് നമ്മൾ എടുത്തുകൊണ്ട് സ്കിൻ UV-യിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും, പിന്നെ ബേസിക്കലി ഒരു വൈറ്റമിൻ ബിയുടെ ഒരു വകഭേദമാണ്. ഓവറോൾ സ്കിന്നിൻ്റെ ഹെൽത്തിന് നമ്മളെ യൂത്തായിട്ട് നിലനിർത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്. പിന്നെ ജിഞ്ചർ എക്സ്ട്രാക്റ്റ്, അത് മോഡറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് L-ഗ്ലൈസിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സ്ലീപ്പ് ക്വാളിറ്റി, മെൻ്റൽ ഹെൽത്ത്, മസിൽ റിക്കവറി ഒക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. പിന്നെ റെഡ് റാസ്ബെറി സീഡ് ഓയിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട്, UV ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ നോക്കാനൊക്കെ ആയിട്ട് നമുക്ക്. പിന്നെ മംഗോളിയ ബാർക്ക് എക്സ്ട്രാക്റ്റ്, അത് നമുക്ക് ആൻറ്റി ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് റെഡ്യൂസിങ് ഇഫക്റ്റ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ടുള്ളത്. പിന്നെ അടുത്ത നമുക്ക് പിയോണി റൂട്ട് എക്സ്ട്രാക്റ്റ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം എവിടെ കിട്ടുമെന്നുള്ളതും ഒക്കെ. സ്കിന്നിന് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇനൂലിന് നമുക്ക് ഫൈബറാണ്, ഗട്ട് ഹെൽത്ത് സപ്പോർട്ട്, ഡൈജസ്റ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കോപ്പറിൻ്റെ സപ്ലിമെൻറ്റ് കഴിക്കുക, കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട്, ഓവറോൾ വൈറ്റാലിറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പംകിൻ സീഡ് ഓയിൽ ക്യാപ്സൂൾ വേണ്ടി കിട്ടാനുണ്ട്, ഹെയർ ഗ്രോത്തിനും പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ക്രാൻബെറി എക്സ്ട്രാക്റ്റ് നല്ലതാണ്. ഇപ്പോൾ അതേപോലെ നമ്മൾ പാൻറ്റോതെനിക് ആസിഡ് നമുക്ക് അതിൻ്റെ എടുത്തുകൊണ്ട് സ്കിൻ സപ്പോർട്ടീവാണ്, അപ്പിയറൻസ് ആക്മെ പോലുള്ളത് മാറാനായിട്ടും ഗ്ലോസി ആകാനായിട്ടും. പിന്നെ ഗൂഗിൾ നമ്മളെടുത്തത് കൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ടും കാർഡിയോ വാസ്കുലർ ഹെൽത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലെടുക്കുന്നത്. ഇനി ഗ്ലൈക്കോളിക് ആസിഡ് നമ്മളെടുത്തുകൊണ്ട് AHA കൂട്ടാനായിട്ട്, അതുപോലെ തന്നെ
ലൈൻസ് കുറയ്ക്കാനായിട്ട്, റിങ്കിൾസ്, സ്കിൻ ടെക്സ്ചർ മെച്ചപ്പെടുത്താനായിട്ട്, ഫോളിക് ആസിഡ് വൈറ്റമിൻ B9 ഒരു ഭാഗമാണ്, കാർഡിയോവാസ്കുലർ ഹെൽത്തിനായിട്ടാണ്, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ മെച്ചപ്പെടുത്താനായിട്ടാണ്. പിന്നെ നമുക്ക് എല്യൂതെററൂട്ട്, നമ്മൾ സൈബീരിയൻ ജിൻസങ് എന്ന് പറയും, അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിൻ കപ്പാസിറ്റി കൂട്ടാനായിട്ടും കഴിവ് കൂട്ടാനായിട്ടും ഓവറോൾ വൈറ്റാലിറ്റിക്കും വളരെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഹോഴ്സ് എന്ന് പറയും, ഇത് ഒരു ഹെർബാണ്, വുമൻസ് ഹെൽത്തിന് വളരെ നല്ലതാണ്, മെനപ്പോസൽ സിംറ്റംസിൽ നിന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. സിസ്റ്റൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, ഹെയർ ഗ്രോത്ത്, ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിന് വളരെ നല്ലതാണ്. ട്രിപ്റ്റോഫാൻ, അപ്പം അത് നമുക്ക് സെറിറ്റോണിൻ ഹാപ്പി ആയിട്ട് നിലനിർത്താനായിട്ട്, ഹാപ്പി മൂഡ്, സപ്പോർട്ടീവ് മൂഡ്, റിലാക്സേഷൻ, സ്ലീപ്പ്, ഇതിനെല്ലാം നമുക്ക് വളരെ നല്ലതാണ്. ഇനി അതുപോലെ കൊൺഡ്രോയിറ്റിൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് കാർട്ടിലേജിനൊക്കെ നല്ലത്, ജോയിൻറ്റ് ഹെൽത്ത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാഫ്രൻ്റെ എക്സ്ട്രാക്റ്റ്, അതിന് പല ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ഇമോഷണൽ വെൽബീയിങ്ങിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനും ഒക്കെ ആയിട്ട് ബ്രെയിനിന് നല്ലത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഹൈഡ്രോലൈസ്ഡ് കോളജൻ, അത് നമ്മളത് എടുത്തുകൊണ്ട് നമുക്ക് എലാസ്റ്റിസിറ്റി, ജോയിൻറ്റ് ഹെൽത്ത്, ഹെയർ, നെയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക്. ആൻഡ് ഈവനിങ് പ്രിംസ് റോസ് ഓയിൽ, അത് നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ഓയിൽ ആസിഡായിട്ട്, സപ്പോർട്ടീവ് സ്കിൻ ഹെൽത്ത്, റെഡ്യൂസ് ഇൻഫ്ലമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കത് വളരെ നല്ലതാണ്. ഇനി പപ്പായയിൽ നിന്ന് എടുക്കുന്നതാണ്, എൻസൈമാണ്, അത് നമുക്ക് ഡൈജസ്റ്റീവായിട്ട്, പപ്പായയുടെ ഒരുപാട് ഇൻഫ്ലമേഷൻ മുതലായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഇനി എക്ലോണിയ കാവക്ലോണിറ്റ്, അതിൽ നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം സീവീഡാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, വളരെ ഇഫക്റ്റീവാണെന്ന് പറയുന്നു. കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് വളരെ ഹെൽപ്പായിട്ട് പറയുന്നുണ്ട്. ഇനി പൗഡിയാർക്കോ നമുക്ക് ഉപയോഗിക്കുന്നത്, സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്റ്റീവാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ മൊത്തത്തിൽ നമ്മളിത് നോക്കുമ്പോൾ ഇത് നമുക്ക് ഇപ്പോഴത്തെ ഏജിനെ നമുക്ക് പിടിച്ചു നിർത്താൻ 10 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ കൂടെ വർക്കൗട്ട് ചെയ്ത് കുറച്ചൊക്കെ റിസർച്ച് ചെയ്ത് പറ്റുന്ന ഭക്ഷണം ഇതുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് ഈ ഒരു അനുഭവം കുറേ കൂടുതൽ പഠിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ന്യൂട്രീഷൻ തെറാപ്പിസ്റ്റുകളുടെയും ജപ്പാനിൽ നിന്ന് പഠിച്ചതും, പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇന്ത്യയിൽ തന്നെ എക്സ്പെർട്ടുകളുടെ കയ്യിൽ നിന്ന് ഈ പ്രത്യേകിച്ച് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ ഇല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റിൽ കൂടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിഞ്ഞത്. അതിൻ്റെ പ്രയോജനം നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു നിയർലി 2 ഇയേഴ്സോളം ഞാനന്ന് വീണ്ടും പറഞ്ഞപ്പോഴാണ് നമ്മൾ കുറേ പേര് കൂടിയിട്ട് കോഴിക്കോട് ഒരു ന്യൂട്രീഷൻ തെറാപ്പി സെൻറ്റർ 1 കോടി രൂപ മുടക്കി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും അവിടുത്തെ സർവീസ് എടുക്കാം. ഡോക്ടർമാർ ഉണ്ട്, നേഴ്സസും, ബാക്കി ലാബ് ഒക്കെ എല്ലാ സർവീസും ഉണ്ട്. ഓൺലൈനിൽ തന്നെ കിട്ടാം, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാം. ബാക്കി സർവീസും നമുക്ക് പിന്നെ സൂമിൽ കൂടെ കിട്ടാം, ഫോണിൽ കൂടെ കിട്ടാം, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങൾ അവരുടെ സർവീസ് എടുത്തിട്ട് വേണം നിങ്ങൾ ഫൈനലൈസ് ചെയ്യാനായിട്ട്. അവരുടെ അറിവും ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഒത്തിരി റിസർച്ച് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ യങ്ങായിട്ട് നടത്തുന്നത് കൂടാതെ ഈ മെഡിക്കൽ ടെക്നോളജി ഒരുപാട് മുന്നോട്ട് പോയിട്ട് നമ്മളെല്ലാവരും 100 വയസ്സ് കഴിഞ്ഞ് മരിക്കുന്ന സിസ്റ്റത്തിലേക്കായിരിക്കും ഇനി ഒരു 10 വർഷത്തിന് ശേഷം വരാൻ പോകുന്നത്. അപ്പോൾ ഈ 10 വർഷത്തേക്ക് നിങ്ങൾക്ക് വയസ്സ് കൂടാതിരിക്കാൻ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങളെല്ലാം യങ്ങായിട്ട് നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു പോകാനായിട്ട് കഴിയട്ടെ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഇതിലൂടെ കഴിഞ്ഞ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പ്രായം കൂടാതെ നിങ്ങൾക്ക് പിടിച്ചു നിന്ന് പോകാനായിട്ട് കഴിയട്ടെ. നല്ല ഫ്യൂച്ചർ ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.